എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂൺ 20-ാം തീയതി വരെ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇന്ന് മുതൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടാണ് അവസരം. അതിനുശേഷം നാളെ മുതൽ ജൂൺ 19 മുതൽ 21-ാം തീയതി വരെ നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ അപേക്ഷ റിന്യൂ ചെയ്തുകൊണ്ട് അപേക്ഷിക്കുക, പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് അപേക്ഷിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ ഇതുവരെ നൽകാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതുവരെ നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സിൻ്റെ ഏതെങ്കിലും ഇനങ്ങളിൽ പങ്കെടുത്ത് നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അതിൽ നീന്തലുണ്ടാവും, അതുപോലെ തന്നെ അതായത് ഓട്ട മത്സരം ഉണ്ടാവും, അതുപോലെ തന്നെ അത് 100 മീറ്റർ അങ്ങനെയൊക്കെ മത്സരം ഉണ്ടാവും, അതുപോലെ തന്നെ ഷട്ടിൽ, അതുപോലെ ബാഡ്മിൻ്റൺ, അതുപോലെ ചെസ്സ്, ഇതുപോലെ പല വിധത്തിലായിട്ടുള്ള ഒരു കായിക ഇനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോർട്സിൽ നിങ്ങൾ ഏതെങ്കിലും ഇനങ്ങളിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ നേടിയിട്ടുണ്ടെങ്കിൽ അതാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പേജ് ഈ ഒരു രീതിയിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ പേജാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹയർ സെക്കൻഡറിയുടെ രജിസ്ട്രേഷൻ ഫോർ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഇൻ ഹയർ സെക്കൻഡറി കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്കുള്ള സ്പോർട്സ് കോട്ട അഡ്മിഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായിട്ട് പൂരിപ്പിക്കുക, രജിസ്ട്രേഷൻ ഫോം അന്തിമമായിട്ട് സമർപ്പിക്കുക, രജിസ്ട്രേഷൻ സ്ലിപ്പ് പ്രിൻ്റ് എടുക്കുക, മികവ് തെളിയിക്കുന്നതിനായിട്ടുള്ള സ്ലിപ്പും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാക്കുക. ഇത്രയാണ് ഈ ഒരു അപേക്ഷയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് അറിയില്ല എങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണിത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട്, അതായത് ഇതുവരെ ഫസ്റ്റ് സ്പോർട്ട് അഡ്മിഷൻ ആ ഒരു സമയത്ത് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് സ്കോർ കാർഡ് വാങ്ങിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ ആ ഒരു അച്ചീവ്മെൻറ്റ് ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികളും ഈ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. അതായത് ആദ്യം തന്നെ നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയും അതുപോലെ തന്നെ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുക. കാരണം മറന്നുപോയത് അത് ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോവുക. അതുപോലെ ഈ ഒരു അപേക്ഷിക്കുമ്പോൾ ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും, അപ്പോൾ അതും എടുത്ത് പോവുക. അപ്പോൾ അത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചിട്ട് വീട്ടിലേക്ക് വരാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് hscap വെബ്സൈറ്റ് വഴി ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് വഴി, അതായത് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതുവഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ തന്നെ അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹൗ ടു രജിസ്റ്റർ എന്ന് പറഞ്ഞുള്ള ലിങ്ക് അതുവഴി എങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം എന്ന് സംബന്ധിച്ചുള്ള ആ ഒരു അതായത് PDF കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ആദ്യം തന്നെ രജിസ്റ്റർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതല്ലെങ്കിൽ CBSE ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ ഏത് വർഷമാണ് പാസ്സായത്, ഏത് മാസമാണ്, ഏതാണ് സ്കീം എന്നിവ കൊടുക്കുക. അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ കാണുന്നത് പോലെ, അതായത് ഇങ്ങനെ കാണാൻ പറ്റും, യു ആർ നോട്ട് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ പ്ലീസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെയുള്ള ക്ലിക്ക് ഹിയറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത് സ്കോർ കാർഡ് നേടിയവരാണെങ്കിൽ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്കോർ കാർഡ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതുപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം.
അപ്പോൾ അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, അതായത് പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ജെൻഡർ എന്താണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനനത്തീയതി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫോൺ നമ്പർ ഇവിടെ പ്രത്യേകിച്ച് ഇത് ആവശ്യമില്ല, കാരണം ഇപ്പോൾ സാധാരണ അതിൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ടാവാറില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ആ ഒരു ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ നമ്പറാണ്, ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. അതുപോലെ പിൻകോഡ്, അതുപോലെ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീനിലേക്കാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ കായിക നേട്ടം എന്താണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് വിഭാഗത്തിലാണ്, ഏത് ഇനത്തിലാണ്, ഏത് മാസമാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്, അതിൽ ഏത് വർഷമാണ്, അതുപോലെ തന്നെ സ്ഥാനം ഏതാണ്, അതായത് എത്ര സ്ഥാനമാണ്, അതുപോലെ അത് ന്യൂ റെക്കോർഡാണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ യെസ് എന്ന് ന്യൂ റെക്കോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ റെക്കോർഡ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് മോറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് അടുത്ത എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ അച്ചീവ്മെൻറ്റ്സും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ കൺഫർമേഷൻ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീണ്ടും അന്ന് തന്നെ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾ സേവ് ആൻഡ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ എഡിറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇപ്പോൾ സേവ് ആൻഡ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ പിന്നീട് വരുത്താം. ഫൈനൽ സബ്മിഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തിരുത്തലുകൾ പിന്നീട് വരുത്താൻ പറ്റുന്നതല്ല. ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രിൻറ്റുമായി ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് സന്ദർശിക്കുക. നിങ്ങളുടെ രേഖപ്പെടുത്തിയ കായിക നേട്ടങ്ങൾ തെളിയിക്കുന്ന രേഖകളുടെ അസൽ, അത് ഒറിജിനൽ നിർബന്ധമായിട്ടും ഹാജരാക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ സേവ് ആൻഡ് എഡിറ്റ് പെർമിറ്റ് ലേറ്ററിലാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ ഏത് വർഷമാണ്, ഏത് മാസമാണ്, നിങ്ങളുടെ സ്കീം ഏതാണ് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങളവിടെ നിങ്ങളുടെ ഈ ഒരു സ്പോർട്സിൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പർ സ്പോർട്സ് കോട്ടയുടേത് കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ജനനത്തീയതി കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ ഉള്ള ആ ഒരു പേജുകൾ മുഴുവൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് തിരുത്തണമെങ്കിൽ തിരുത്താം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ ചെയ്താൽ മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ കൺഫർമേഷനൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ കാണുന്ന സമയത്ത് അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ബാക്ക് ടു എഡിറ്റ് എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പിറകോട്ട് പോയിട്ട് അത് തിരുത്താൻ സാധിക്കും. അതുപോലെ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹോം പേജിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിന് പ്രിൻ്റ് എടുക്കുകയും പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ടതും ആണ്. അപ്പോൾ ഇങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നാളെ എന്ന് പറയുമ്പോൾ ജൂൺ 19 ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിലാണ് അതിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് ആ ഒരു ജില്ലയിൽ നിങ്ങളുടെ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതുപോലെ ജില്ല എന്നിവ കൊടുക്കാനുള്ള ഭാഗം അത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ വേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്കൂൾ കോഴ്സുകൾ ഓപ്ഷൻ ലിസ്റ്റ്, അതായത് വേക്കൻസി പരിശോധിച്ചുകൊണ്ട് ഓപ്ഷനുകളായിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഏതൊരു കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാം. റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് കാണാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ പുതുക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ
ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ എഡിറ്റാണ് വേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പുതുതായിട്ട് നിങ്ങൾ വീണ്ടും വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് ഓപ്ഷനുകൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുകളൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പ്രിവ്യൂ പേജ് എത്തും. പ്രിവ്യൂ പേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേജ് ഫുള്ളായിട്ട് ഒരു പച്ച കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സൈഡിലുള്ള ഒരു എഡിറ്റ് ബട്ടൺ ഓപ്ഷൻ ഉണ്ടാകും ഓരോ ഡീറ്റെയിൽസിന് നേരെയും. അത് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകിയെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാം. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ +1 സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ കൺഫേമായി. പിന്നീട് അതിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സ്പോർട്സ് കോട്ടയിൽ ആകെ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ 18 മുതൽ 20 തീയതി വരെയാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം വെരിഫൈ ചെയ്യാനും സാധിക്കുക. അതിനുശേഷം ഓൺലൈനായിട്ട് നിങ്ങൾ ഓപ്ഷനുകളൊക്കെ നൽകേണ്ടത് ജൂൺ 19 മുതൽ, അത് നാളെ മുതൽ ജൂൺ 21 തീയതി വരെയാണ്. അതുപോലെ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 24 തീയതിയാണ്. അത് 25 തീയതിയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 24 തീയതി തന്നെ വരും. അപ്പോൾ 25, 26 തീയതികളായിട്ടായിരിക്കും നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.